ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വാർത്ത പാകിസ്ഥാന് ഇരട്ട പ്രഹരം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ ബലൂച്ച് വിമതർ BLA ആർമി വലിയ രീതിയിലുള്ള ആക്രമണം പാക് സൈന്യത്തിനെതിരെ അഴിച്ചുവിട്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ്. ഏകദേശം 33ഓളം പ്രദേശങ്ങളാണ് ബലൂച്ച് സൈന്യം അല്ലെങ്കിൽ ബലൂച്ച് ലിബറേഷൻ ആർമി ഇപ്പോൾ ആക്രമണത്തിനിരയാക്കിയത്. അവിടെയുള്ള പാക് പട്ടാളക്കാരെ കൊന്നൊടുക്കിയിരിക്കുന്നത് എന്നാണ് അറിയാനായി സാധിക്കുന്നത്. പാകിസ്ഥാൻ പട്ടാളക്കാരെ ബലൂചിസ്ഥാനിൽ നിന്നും പൂർണ്ണമായി പുറത്താക്കാനുള്ള നീക്കമാണ് ഇവർ നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകൾ പ്രകാരം UN-ലേക്ക് ഇവർ കത്തയച്ചിരുന്നു, ഞങ്ങളെ ഒരു രാജ്യമായി അംഗീകരിക്കണമെന്ന് പറഞ്ഞ്. പോരാത്തതിന് ഇന്ത്യയിലേക്കും ഇവർ കത്തയച്ചിരുന്നു, ബലൂചിസ്ഥാന്റെ ഹൈക്കമ്മീഷൻ ഇന്ത്യയിൽ തുടങ്ങാൻ അനുവാദം തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ പാകിസ്ഥാന് കനത്ത ഇരട്ട പ്രഹരം എന്ന രീതിയിൽ ബലൂച്ച് വിമതർ പാകിസ്ഥാൻ സൈന്യത്തെ വൻതോതിൽ ആക്രമിക്കുന്നു. നിരവധി പ്രദേശത്ത് നിന്നും പാകിസ്ഥാൻ സൈന്യം ഓടി രക്ഷപ്പെടുന്നു. അതെല്ലാം തന്നെ ബലൂച്ച് ആർമി പിടിച്ചെടുത്തു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ബലൂചിസ്ഥാനിൽ വീണ്ടും ബലൂച്ച് വിമതർ പാകിസ്ഥാൻ സൈന്യത്തെയും സുരക്ഷാ സേനയും ലക്ഷ്യമിട്ട് വലിയ തോതിലുള്ള ആക്രമണം നടത്തിയെന്ന് ഇപ്പോൾ ആജ് തക്കിന്റെ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്ന ബലൂച്ച് വിമതർ ഗ്രൂപ്പുകളാണ് ഈ ആക്രമണങ്ങൾ നടത്തിയത്. പല പ്രദേശങ്ങളിലും പാകിസ്ഥാൻ സുരക്ഷാ സേന പിന്നോക്കം നിൽക്കുകയും ചില സ്ഥലങ്ങളിൽ സർക്കാർ സ്ഥാപനങ്ങൾ അഗ്നിക്കിരയാക്കുകയും ഇവർ ചെയ്തുവെന്നും ഈ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നുണ്ട്. പ്രധാനമായും ബലൂചിസ്ഥാൻ സൈന്യം ഇപ്പോൾ ചെയ്യുന്നത് പാകിസ്ഥാന്റെ പതാകയും പാകിസ്ഥാന്റെ സിംബലുകളെല്ലാം എല്ലാം തന്നെ ഈ ബലൂച്ച് പ്രദേശങ്ങളിൽ നിന്നും പാകിസ്ഥാൻ പതാക അവർ ഊരി കീറി എറിയുന്നുണ്ട്, കത്തിച്ചു കളയുന്നുണ്ട് എന്നുള്ളതാണ്. പകരം സർക്കാർ സ്ഥാപനങ്ങൾ അടക്കം ഇവരുടെ പതാക അവർ ഉയർത്താൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. സൈന്യത്തെ എല്ലാം വലിയ തോതിൽ ആക്രമിക്കുന്നു. സൈന്യം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. 4 പ്രധാന നഗരങ്ങളിൽ ഇവർ ആക്രമണം അഴിച്ചുവിട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൽ തർബത്ത്, കെച്ച്, കൊറ്റ്വ, പഞ്ച്ഗൂർ എന്നീ 4 നഗരങ്ങളിലാണ് ഈ ആക്രമണം നടന്നത്. തുർബത്തിലെ ഡി ബലൂച്ച് പ്രദേശത്ത് പാകിസ്ഥാൻ സുരക്ഷാ സേനയ്ക്ക് നേരെ ഗ്രനേഡ് ആക്രമണം ഉണ്ടായി എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. പക്ഷേ ആളപായമോ നാശനഷ്ടമോ ഇതുവരെ ഒരു മാധ്യമങ്ങൾക്കും സ്ഥിരീകരിക്കാൻ സാധിച്ചില്ല. അതിന്റെ അർത്ഥം ആളപായം ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ല, അത് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം കെച്ച് ജില്ലയിലെ ബുലേഡ പ്രദേശത്ത് വലിയ സ്ഫോടന ശബ്ദങ്ങളും കനത്ത വെടിവയ്പും ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ഈ മേഖലയിലെ ആശയവിനിമയ സൗകര്യങ്ങളെല്ലാം തന്നെ പരിമിതമായതിനാൽ വിശദമായിട്ടുള്ള അവിടുത്തെ വിവരങ്ങൾ ലഭ്യമല്ല എന്നാണ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബലൂചിസ്ഥാന്റെ തലസ്ഥാനമായ കോട്ടയിലെ ഹസർഗഞ്ചി, ഫൈസാബാദ് പ്രദേശങ്ങളിലെ പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ഗ്രനേഡ് ആക്രമണവും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നടത്തിയിട്ടുണ്ട്. പഞ്ച്ഗൂറിലെ വാഷ് ബോർഡ് പ്രദേശത്തെ CPEC ഹൈവേ അടച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ആയുധധാരികളായ ആളുകൾ വാഹനങ്ങൾ പരിശോധിക്കുകയും യാത്രക്കാരുടെ തിരിച്ചറിയൽ രേഖകൾ ഇപ്പോൾ അവിടെ പരിശോധിക്കുകയും ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോരാത്തതിന് പാകിസ്ഥാനിൽ നിന്നും വന്നിട്ടുള്ള സൈനികരെ എല്ലാം തന്നെ അവർ കൊന്നൊടുക്കൽ ലക്ഷ്യം വച്ച് തന്നെയാണ് മുന്നേറുന്നത്. ഇതുകൊണ്ട് തന്നെ ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ സൈന്യത്തെ ലക്ഷ്യം വയ്ക്കുന്ന ഡെത്ത് സ്ക്വാഡുകളുണ്ട്. അതായത് സ്വയം ചാവേറാവാൻ നടക്കുന്ന ഈ ഡെത്ത് സ്ക്വാഡുകളിലെ ആൾക്കാർക്ക് ചിലർക്കും പരിക്കേറ്റിട്ടുണ്ട്, അംഗങ്ങൾക്കും പരിക്കേറ്റിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ 2 പോലീസ് വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും അവയിലെ ആയുധങ്ങൾ കണ്ടുകെട്ടുകയും ചെയ്തു. ഇതിനു പുറമെ ഒരു പോലീസ് സ്റ്റേഷൻ അവർ പിടിച്ചെടുക്കുകയും തീടുകയും ചെയ്തു. ബോണിസ്ഥാൻ പ്രദേശത്ത് ഒരു ചെക്ക് പോസ്റ്റും ആക്രമികളുടെ നിയന്ത്രണത്തിലായി. കമാൻഡർ കാസിമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാർ പിന്തുണയുള്ള സായുധ സംഘമായ ഡെത്ത് സ്ക്വാഡിലെ ചില അംഗങ്ങൾക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ വരുന്നു. അടുത്തിടെ ഹവാബഷ് ജില്ലയിൽ ഒരു വലിയ സായുധ ഓപ്പറേഷൻ നടന്നിരുന്നു. അതിൽ വിമതർ പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരുന്നു. നാദ്ര ഓഫീസും ലെവി സ്റ്റേഷനും കത്തി നശിച്ചു. ഇതിനു പുറമെ M8 CPEC അതായത് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ ആണ്. ആ ഹൈവേയിൽ നടന്ന ഉപരോധത്തിനിടെ തദ്ദേശീയരല്ലാത്ത 10 ആൾക്കാരെ ഇവർ ബന്ദികളാക്കി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്ത് വരുന്നുണ്ട്. ബലൂചിസ്ഥാൻ വലിയ തോതിലുള്ള ആക്രമണം അഴിച്ചുവിടുന്നു എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടുകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇരട്ട പ്രഹരമാണ് പാകിസ്ഥാന് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത്. ആഭ്യന്തര സംഘർഷം പാകിസ്ഥാനിൽ രൂക്ഷമാവുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.